Disclaimer under Section 107 of the Copyright Act 1976 allows is made for fair use for purposes such as criticism, comment, news reporting, scholarship, and research. Fair use is a use permitted by copyright statute that might otherwise be infringing. Non-profit, educational, or personal use tips the balance in favor of fair use. ഹലോ എവരിവൺ, എന്താ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ശിശു പാർട്ട് 2 റോഡ് ടു റിവെഞ്ച് എന്ന മൂവി ഇട്ടിരുന്നു. ഇത് കണ്ടിട്ട് 100ഓളം ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആദ്യ ഭാഗവുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സന്തോഷമായില്ലേ? അപ്പാപ്പൻ അട്ടാമിയുടെ നല്ല ഇടിവെട്ട് ആക്ഷൻ പടമാണിത്. കുറച്ച് സ്വർണം വിൽക്കാൻ വേണ്ടി പോകുന്ന അപ്പാപ്പനെ നാസിപ്പട വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി പ്രശ്നമുണ്ടാക്കുന്നു. അയാൾ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് സ്വർണം വിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കഥ. കഥയല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണിത്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഒരുപാട് പ്രമുഖന്മാരുള്ളൊരു മേഖലയാണിത്. അതിന്റെ കൂടെ ഈ പാവപ്പെട്ടവനെയും കൂടെ നിങ്ങൾ പരിഗണിക്കുക. കഥ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയം. റഷ്യയും ഫിൻലൻഡും ഒരു കരാറിൽ എത്തിച്ചേരുന്നു. അങ്ങനെ നാസിപ്പടയ്ക്ക് ജർമ്മനിയിലേക്ക് തിരികെ പോകാൻ ഉത്തരവ് കിട്ടുന്നു. എന്നാൽ നാസികൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. അവർ പോകുന്ന വഴിയെല്ലാം പ്രശ്നം ഉണ്ടായിക്കൊണ്ടാണ് പോകുന്നത്. ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ നശിപ്പിച്ച് അവിടെയൊക്കെ തീയുവിട്ട് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇവർ തടവിലാക്കി പീഡിപ്പിച്ചും സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു കെട്ടിത്തൂക്കിയുമൊക്കെയാണ് ഇവന്മാര് വരുന്നത്. അങ്ങനെ കാലക്കേടിന് ഈ നാസികൾ വരുന്ന വഴിക്കുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് കഥാനായകൻ അപ്പാപ്പനുള്ളത്. അയാൾ അവിടെ ഒരു തോട്ടിലിറങ്ങി മണലരിച്ച് സ്വർണം വല്ലതും കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്പാപ്പന് ഒരു ചെറിയ സ്വർണ്ണ കഷ്ണം കിട്ടുന്നത്. പുള്ളിക്ക് വളരെ സന്തോഷമാകും. അയാള് സന്തോഷം കൊണ്ട് അവിടെ കിടന്നലറുന്നുണ്ട്. പാവം കുറെ തേടിയിട്ടാണ് കിട്ടിയതെന്ന് തോന്നുന്നു. എന്റെ നാട്ടിലുണ്ട് ഇതുപോലെ കുറെ തോടുകൾ. അതിൽ കൂടെ ഒരു തേങ്ങ പോലും ഒഴുകി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പാപ്പന് സ്വർണ്ണത്തരി കിട്ടിയത് കൊണ്ട് ആ പരിസരത്ത് തന്നെ സ്വർണ്ണ പാറകളുണ്ട് എന്ന് മനസ്സിലാകും. അയാൾ രാവും പകലും അവിടെ പല സ്ഥലങ്ങളും കുഴിച്ചു നോക്കും. എങ്കിലും ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു രാത്രി അയാൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ ദൂരെ നിന്ന് വെടിയൊച്ചകളും ബോംബിന്റെ ശബ്ദവും കേൾക്കാം. അയാൾ ചെന്ന് നോക്കുമ്പോ അവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ നാസിപ്പടകൾ ഉണ്ടാക്കുന്ന കോലാഹലങ്ങളാണത്. അയാൾ അത് കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ട്. എങ്കിലും അയാൾ നിസ്സഹായനാണ്. പിറ്റേ ദിവസം അപ്പാപ്പൻ പതിവ് പോലെ കുഴിക്കുന്ന സമയത്ത് ഒരു പാറ കണ്ട് ഞെട്ടിപ്പോകും. അതെന്താണെന്നല്ലേ? അത് സ്വർണ്ണ കല്ലുകളായിരുന്നു. അപ്പാപ്പന്റെ ഉദ്ദേശമെല്ലാം കറക്റ്റായിരുന്നു. അപ്പാപ്പന് ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയത്തില്ല. കാരണം അയാൾ ആഗ്രഹിച്ചിരുന്നു എങ്കിലും ഇത്രയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സ്വർണം കിട്ടി. എന്നാൽ ഇത് ടൗണിൽ എത്തിച്ച് വിൽക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. നാസികളെ കടന്നു വേണം പട്ടണത്തിലേക്ക് പോകാൻ. അയാൾ അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നു. പിറ്റേ ദിവസം അയാൾ പോകാൻ തയ്യാറാകുന്നു. അയാളുടെ ശരീരം കണ്ടാൽ അറിയാം പല തവണ മരിച്ചു ജീവിച്ച ആളാണെന്ന്. ദേഹം മുഴുവൻ മുറിപ്പാടുകളാണ്. അപ്പാപ്പനാണെങ്കിലും ഫിറ്റ് ബോഡിയാണ് അങ്ങേർക്ക്. സ്വർണമെല്ലാം കുതിരയുടെ പുറത്ത് വെച്ച് കെട്ടി കുളിച്ച് സുന്ദരനായി അപ്പാപ്പൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അയാൾ പോകുന്ന വഴിയിൽ 3 വണ്ടി നിറച്ച് പട്ടാളക്കാരും പീരങ്കിയും എല്ലാം അപ്പാപ്പന്റെ നേരെ വരുന്നുണ്ട്. എങ്കിലും പുള്ളി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് വരുന്നത് കണ്ട് ഒരുത്തൻ അപ്പാപ്പനെ കൊല്ലാൻ നോക്കുമ്പോ അയാളുടെ സീനിയർ പറയും, കിളവൻ ചാകാറായി, നീ ഒന്നും ചെയ്തില്ലെങ്കിലും അയാൾ ചത്തോളും എന്നും പറഞ്ഞ് അയാളെ പുച്ഛിച്ച് തോക്കെടുത്ത പട്ടാളക്കാരനോട് തോക്ക് താഴെ വെക്കാൻ പറയും. അങ്ങനെ അവരെ മറികടന്ന് അപ്പാപ്പൻ മുന്നോട്ട് ചെല്ലുമ്പോ ആളുകളെയൊക്കെ കൊന്നു കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോ 2 പേര് അവിടെ നിൽപ്പുണ്ട്. അവരുടെ വണ്ടി എന്തോ കേടായി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പാപ്പനോട് നിൽക്കാൻ ആവശ്യപ്പെടും. ഇയാൾ ഈ വഴി എങ്ങോട്ട് പോവാണ് എന്നൊക്കെ ചോദിച്ച് അപ്പാപ്പനെ പരിശോധിച്ച് കഴിയുമ്പോ ഗോൾഡ് മൈൻ ചെയ്യുന്ന ആളാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. അപ്പാപ്പനെ സറണ്ടർ ആക്കി മുട്ടുകുത്തു നിർത്തി തലയിൽ തൂക്കം വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അപ്പാപ്പൻ കൂടെയുള്ള പട്ടിക്കുഞ്ഞിനോട് ഓടിപ്പോയിക്കോളാൻ ആംഗ്യം കാണിക്കും. പട്ടിയെ അവര് കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും അത് ചാകാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ വെടിവെച്ച മുമ്പ് പോയവര് കേൾക്കുന്നുണ്ട്. അവന്മാര് വിചാരിക്കും ഈ പട്ടാളക്കാര് അപ്പാപ്പനെ കൊന്നതാണെന്ന്. കിളവനെ അവന്മാര് തീർത്തുന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടാണ് അവന്മാര് പോകുന്നത്. ഇതേ സമയത്ത് ഇവര് ഈ അപ്പാപ്പന്റെ മുഴുവൻ സ്വർണവും കണ്ടുപിടിക്കും. എടോ കിളവാ, നീ സ്വർണം ഞങ്ങൾക്ക് തരാൻ വേണ്ടിയാണോ ഇത്രയും ദൂരം വന്നത് എന്നും പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവന്റെ തലയ്ക്കുള്ളിലൂടെ അപ്പാപ്പന്റെ കത്തി ഇറങ്ങും. മറ്റുള്ളവന്മാര് ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴേക്ക് അവന്മാരുടെ തോക്ക് പിടിച്ച് അവന്മാരെ അങ്ങ് തീർക്കും. പുറകിൽ നിന്ന് ഒരുത്തം വന്ന് പിടിക്കുന്നുണ്ട്. അവന്റെ തോക്കെടുത്ത് അവന്റെ കാലിന് വെടിവെക്കും. അവൻ തിരിയുമ്പോഴേക്കും അവന്റെ നെഞ്ചിലും ഒരു ബുള്ളറ്റ് അങ്ങിറക്കും. അങ്ങനെ അവന്മാരുടെ കഥയെല്ലാം കഴിഞ്ഞു. അപ്പാപ്പൻ അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുമ്പോ അസ്വാഭാവികമായ ഗണ്ണിന്റെ സൗണ്ട് കേട്ട് ചീഫ് അവിടുന്ന് തിരിച്ചു വരും. ഇവന്മാരാണല്ലോ ആദ്യം അപ്പാപ്പനെ കടന്നു പോയത്. ചീഫ് വന്ന് നോക്കുമ്പോ എല്ലാ എണ്ണവും തീർന്നു കിടക്കുകയാണ്. പക്ഷെ
ഒരുത്തിന് ചെറിയ ജീവനുണ്ട്. അവന്റെ പോക്കറ്റിൽ നോക്കുമ്പോ ഒരു സ്വർണ്ണ കഷ്ണം കാണാം. അത് കാണുമ്പോ ചീഫിന് കാര്യം മനസ്സിലാകും. തന്റെ ആളുകളെ കൊന്ന അവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞ് അപ്പാപ്പന്റെ പുറകെ വന്ന് പീരങ്കി കൊണ്ട് വെടിവെക്കുന്നുണ്ട്. എങ്കിലും അപ്പാപ്പൻ കുതിരയെ അതിവേഗത്തിൽ ഓടിച്ച് ഒരു കുന്ന് കടന്നു പോകും. ചീഫിനിപ്പോ അപ്പാപ്പനെ കാണാം. എങ്കിലും അയാൾ അവിടെ നിന്ന് മാറാതെ നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ഇവന്മാര് വന്ന വഴിക്കെല്ലാം മൈൻ കുഴിച്ചിട്ടിട്ടുണ്ട്, അതായത് കുഴിബോംബ്. അങ്ങനെ ചീഫ് നോക്കി നിന്നത് വെറുതെ ആയില്ല. അപ്പാപ്പന്റെ കുതിര കുഴിബോംബിൽ തട്ടി പൊട്ടിച്ചിതറി. അത് താങ്ങാൻ കഴിയാതെ അയാൾ ആ കുതിരയെ കെട്ടിപ്പിടിച്ച് കരയും. ആ വീഴ്ചയിൽ അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണമെല്ലാം തെറിച്ചു പോകും. ഇതെല്ലാം പെറക്കി ബാഗിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പാപ്പൻ. ഈ സമയത്ത് അവിടേക്ക് ചീഫും മറ്റ് പട്ടാളക്കാരും എത്തും. ഒരുത്തൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോ ചീഫ് ഇപ്പൊ വേണ്ടാന്ന് പറയും. ഈ ഗ്യാപ്പിൽ അപ്പാപ്പൻ സ്വർണ്ണമെല്ലാം വാരി ബാഗിലാക്കും. സ്വർണ്ണം എടുക്കുന്നതിന്റെ കൂടെ അപ്പാപ്പൻ ഒരു കല്ലും എടുക്കുന്നുണ്ട്. സ്വർണ്ണം എടുത്ത് കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോ ചീഫ് ഷൂട്ട് ചെയ്യാൻ പറയും. എന്നാൽ അയാൾ വെടിവെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കയ്യിലിരുന്ന കല്ലെടുത്ത് ചീഫൊക്കെ നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള കുഴിബോംബിലേക്ക് എറിയും. അത് പൊട്ടിത്തെറിക്കുന്ന കൊണ്ട് ഇപ്പോ അവന്മാർക്ക് അപ്പാപ്പനെ കാണത്തില്ല. എങ്കിലും അവരാ പൊടിക്കകത്തോടെ വെടിവെക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മളുടെ ആളുടെ കയ്യില് സ്വർണ്ണം വരിച്ച മറ്റേ പാത്രം ഉണ്ടല്ലോ, അത് വെച്ച് തടുത്ത് അയാൾ രക്ഷപ്പെടും. ചീഫിനിപ്പോ ഇയാൾ ചത്തോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ അയാൾ പോകാൻ തുടങ്ങുമ്പോ പുള്ളിക്കൊരു പേടി. മൈൻ കുഴിച്ചിട്ടുള്ള കാര്യം അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ പേടിച്ചിട്ട് കൂടെയുള്ള ഒരുത്തിനെ പറഞ്ഞു വിടും. അയാൾക്ക് പുകയും പൊടിയും ആയതുകൊണ്ട് അപ്പാപ്പനെ കാണത്തില്ല. കുഴിബോംബ് ഉള്ളതുകൊണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാനും പേടി. അങ്ങനെ പേടിച്ച് അയാള് അപ്പൂപ്പന്റെ അടുത്തെത്തുമ്പോ അപ്പാപ്പൻ ഒരു മൈൻ കുഴിച്ചെടുത്ത് പട്ടാളക്കാരന്റെ നേരെ എറിയും. ആ കുഴിബോംബ് ചെന്ന് അയാളുടെ തലയിൽ വീണ് പൊട്ടിച്ചിതറും. ഇത്രയും പ്രായമായ ഒരാള് എതിർത്ത് നിന്ന് ഇമ്മാതിരി ഐറ്റം പുറത്തെടുക്കുന്നത് കണ്ട് ഇവന്മാർക്കെല്ലാം പേടിയാകും. ഇത്രയൊന്നും ഇവന്മാര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഒരു വൃദ്ധൻ അയാൾ ഇവന്മാരെ എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പാപ്പൻ പുലിയാന്നുള്ള കാര്യം ഇവർക്കറിയില്ലല്ലോ. ഇത്തവണ വേറെ രണ്ടുപേരെ പറഞ്ഞു വിടും. അവർ രണ്ടുപേരും രണ്ട് സൈഡിലൂടെ അപ്പാപ്പന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും മൈനിൽ ചവിട്ടി അവരും പൊട്ടിത്തെറിച്ച് ചാകും. ചീഫ് അടുത്ത് നിൽക്കുന്നവനോട് ചോദിക്കും, നമ്മൾ എത്ര മൈൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്? അയാൾ പറയും, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം നമ്മൾ വന്ന വഴിക്ക് അവിടെ കുഴിച്ചിട്ടായിരുന്നു. സൂപ്പർ, ഇനി ഒരു മാർഗമേ ഉള്ളൂ ഇവന്മാർക്ക്. ഇവന്മാര് തടവിലാക്കി വെച്ചിരിക്കുന്ന രണ്ട് പെണ്ണുങ്ങളെ മുൻപേ വിട്ട് ഇവന്മാര് പുറകെ പോവുകയാണ്. കുഴിബോംബ് പൊട്ടിത്തെറിച്ച് ചത്താലും ഈ പെണ്ണുങ്ങളല്ലേ ചാവത്തുള്ളൂ. കണ്ണീ ചോരയില്ലാത്തവന്മാരാട്ടോ ഈ നാസികള്. ഇതിനിടയിൽ അവർക്ക് തിരിച്ചു പോകാൻ വീണ്ടും അറിയിപ്പ് കിട്ടി. ഇവർക്ക് ആദ്യം ഓർഡർ കിട്ടിയിട്ടും ഇവന്മാരുടെ കുന്തളിപ്പ് തീരാത്ത കൊണ്ടാണല്ലോ ഇപ്പോഴും ഇവന്മാര് ഈ രാജ്യത്ത് തന്നെ നിൽക്കുന്നത്. തിരിച്ചു ചെല്ലാൻ വേണ്ടി ഓർഡർ കിട്ടിയെന്ന് വീണ്ടും പറയുമ്പോ ചീഫ് പറയും, നമ്മുടെ കൂടെയുള്ള 7 പേരെ കൊന്നവനാണ്, അയാളെ കൊല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പാടില്ല. നടന്ന കാര്യമൊന്നും നീ അവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ അയാൾ പറയും, ഞാൻ പറഞ്ഞു, അതാണ് പ്രശ്നം. മാത്രമല്ല അയാളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ബാഡ്ജും കിട്ടിയിരുന്നു. ആ ബാഡ്ജിന്റെ നമ്പറും പറഞ്ഞപ്പോ നമ്മളിപ്പോ ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഭാഗ്യമെന്ന് അവര് പറഞ്ഞത്. അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടോ എന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോ ചീഫിന് വീണ്ടും കുരുപൊട്ടും. ആരടാ ഇവൻ? ഇവനെ പറ്റി എന്ത് വിവരമാണ് നിനക്ക് കിട്ടിയത്? അയാൾ ഫിൻലൻഡിലെ ഒരു കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. പേര് അട്ടാമി. അയാളുടെ കുടുംബത്തെ നശിപ്പിച്ച റഷ്യൻ പട്ടാളക്കാരെ അവരുടെ താവളത്തിൽ വന്ന് ഒറ്റയ്ക്ക് 300 റഷ്യൻ പട്ടാളക്കാരെ കൊന്നവനാണ് അയാൾ. ഇനി അവനെ തേടി പോകണോ അതോ തിരിച്ചു പോകണോ എന്ന് ചോദിക്കും. ചീഫ് ആകെ കുരുപൊട്ടിയിരിക്കുവാണല്ലോ. അയാൾ പറയും, ഇവനെ പേടിച്ച് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാ നാണക്കേടാ. നമ്മുടെ ആളുകൾ തന്നെ നമ്മളെ കൊന്നു കെട്ടിത്തൂക്കും. നേരെ മറിച്ച് അയാളെ കൊന്ന് ആ സ്വർണവുമായിട്ടാണ് നാട്ടിലേക്ക് തിരികെ എത്തുന്നത് എങ്കിൽ മര്യാദയും കിട്ടും, പ്രമോഷനും കിട്ടും. അതുകൊണ്ട് അയാളെ തീർത്ത് സ്വർണവും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പാപ്പനെ ഫോളോ ചെയ്ത് ഇവന്മാര് പോവുകയാണ്. ഈ സമയത്ത് അട്ടാമി അവിടെ കിടന്ന ഒരു പഴയ വാനിന്റെ മറവിലിരുന്ന് അയാളുടെ മുറിവെല്ലാം ബെൽറ്റ് വെച്ച് കെട്ടി ടൈറ്റ് ചെയ്ത് ശരീരത്തിൽ കയറിയ ബുള്ളറ്റുകളൊക്കെ എടുത്തു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ നായക്കുട്ടി ഓടി വരും. അതിനെ എടുത്ത് താലോടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പട്ടാളക്കാര് ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അട്ടാമി അവരുടെ വണ്ടിയുടെ അടിയിൽ കയറി ഡീസൽ ടാങ്കിന് കത്തികൊണ്ട് കുത്തി തുളയിടും. ഡീസൽ ലീക്ക് ആയതുകൊണ്ട് പട്ടിക്ക് ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഡീസലിന്റെ സ്മെല്ലാണല്ലോ മുഴുവൻ. പക്ഷെ ഈ ഡീസൽ ലീക്ക് ആയതറിഞ്ഞ് അവന്മാര് വണ്ടി നിർത്താൻ പറയും. അങ്ങനെ വണ്ടി നിർത്തി നോക്കുമ്പോ അട്ടാമി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുവാണ്. എന്നാൽ ഇവന്മാര് വെടിവെക്കാതെ പട്ടി അഴിച്ചുവിടും. കടിപ്പിച്ചു കൊല്ലാനാണ് പ്ലാൻ. എന്നാൽ അട്ടാമി പെട്ടെന്ന് തീപ്പെട്ടിക്കൊള്ളിയെടുത്ത് ഉരയ്ക്കുമ്പോ ദേഹം മുഴുവൻ തീ പിടിക്കും. അയാളുടെ ദേഹം മുഴുവൻ ഡീസലായിരുന്നല്ലോ. തീ ആളിക്കത്തും. ഇതുകൊണ്ട് പട്ടിക്ക് ഇയാളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ നിവൃത്തിയില്ലാതെ അട്ടാമി ഷൂട്ട് ചെയ്യാൻ പറയും. എന്നാൽ അതിനു മുമ്പേ തന്നെ അയാൾ അടുത്തുണ്ടായിരുന്ന ഒരു തടാകത്തിലേക്ക് എടുത്തു ചാടും. എത്ര നേരം അവൻ മുങ്ങിക്കിടക്കും? പൊങ്ങി വന്നാൽ ഉടനെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാം. എന്നാൽ അട്ടാമി പൊങ്ങി വരാതെ ഒരു പാറയിൽ പിടിച്ചു കിടക്കും. ഇടയ്ക്ക് പൊങ്ങി വരുമ്പോൾ ഇവന്മാരെ ഷൂട്ട് ചെയ്യും. വീണ്ടും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവും. പെട്ടെന്ന് വെള്ളം മുഴുവൻ രക്തനിറമാകും. അട്ടാമിക്ക് വെടിയേറ്റു എന്ന് വിചാരിച്ച് പട്ടാളക്കാരോട് ഇറങ്ങി നോക്കാൻ പറയും. ഒരുത്തൻ ഇറങ്ങി മുങ്ങി ചെല്ലുമ്പോ അട്ടാമി അവനെ പുറകിൽ നിന്ന് കുത്തിക്കൊല്ലും. എന്നിട്ട് അവന്റെ ശ്വാസം പോകുന്ന ബബിളുണ്ടല്ലോ, അതിൽ നിന്ന് അട്ടാമി ശ്വസിക്കും. രണ്ടാമത്തവൻ ചാടുമ്പോ അവന്റെ രക്തവും വെള്ളത്തിൽ കലരുന്നത് ഇവർക്ക് കാണാം. ഇത് കണ്ട് മൂന്നാമൻ പേടിച്ച്
ഉപയോഗിച്ച് തോണി തുഴഞ്ഞ് അക്കരയ്ക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇത് കണ്ടിട്ട് ചീഫ് പറയും, ഇതുപോലുള്ള പേടിത്തൊണ്ടന്മാര് കാരണമാണ് നമ്മുടെ സൈന്യം എപ്പോഴും തോക്കുന്നത്. ഇവനെ ഇനി സൈന്യത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇവന്മാര് തന്നെ അയാളെ കൊല്ലും. ഈ സമയം അട്ടാമി ആ തോണിയുടെ മറവിൽ അക്കരെ കയറും. അട്ടാമിയെ കണ്ട അവന്മാര് ഷൂട്ട് ചെയ്യും. എന്നാൽ ചത്ത പട്ടാളക്കാരന്റെ ബോഡി അട്ടാമി ചുമരിലിട്ടുകൊണ്ടാണ് ഓടുന്നത്. അതുകൊണ്ട് അട്ടാമിക്ക് വെടികൊള്ളുന്നില്ല. അട്ടാമി പോയപ്പോഴേക്കും അയാളുടെ നായ കുരച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരും. ഇത് കണ്ട ചീഫ് നായക്കുട്ടിയെ വെച്ച് അട്ടാമിയെ പൂട്ടാനുള്ള ഒരു പ്ലാൻ ചെയ്യും. അയാൾ ഓടി ആ ഗ്രാമത്തിൽ വന്ന് നോക്കുമ്പോൾ ഗ്രാമം മുഴുവൻ തീയിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. അയാൾ അവിടെ നിന്ന് മാറി ഒരു പഴയ പെട്രോൾ പമ്പിൽ വിശ്രമിക്കുകയാണ്. അത് പെട്രോൾ പമ്പാണോ കരോക്സിൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല കേട്ടോ. ഒരു ഇന്ധനശാല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പോഴിങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. അട്ടാമിക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. അയാൾ വിശ്രമിക്കുകയാണ്. അപ്പോഴേക്കും അയാളുടെ അടുത്തേക്ക് ആ നായ്ക്കുട്ടി കുരച്ചുകൊണ്ട് ഓടി വരും. അയാൾ അതിനെ എടുത്തു നോക്കുമ്പോൾ അതിന്റെ ദേഹത്ത് ബോംബ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അതെടുത്ത് മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും അത് പൊട്ടി അയാൾ തെറിച്ചു വീഴും. അപ്പോഴേക്കും ചീഫ് അവിടേക്ക് വന്ന് നോക്കുമ്പോൾ അട്ടാമി അനക്കമില്ലാതെ കിടക്കുകയാണ്. അവർ അട്ടാമിയുടെ കഴുത്തിൽ ഒരു കുരുക്കിട്ട് ഒരു പോസ്റ്റിൽ കെട്ടിത്തൂക്കും. അങ്ങനെ അവസാനം അട്ടാമിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായെന്നാണ് തോന്നുന്നത്. അങ്ങനെ പോസ്റ്റ് കെട്ടിത്തൂക്കിയിട്ട് ചീഫിന് ആദ്യം ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണം കിട്ടിയില്ലായിരുന്നു. ആ സ്വർണ്ണ കഷ്ണം അട്ടാമിയുടെ പോക്കറ്റിലേക്ക് അയാൾ തിരികെ വെച്ചിട്ട് അട്ടാമി ചത്തോ എന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തിയിട്ടാണ് അവന്മാർ അവിടുന്ന് പോകുന്നത്. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാ ഇവന്മാര് പോയി കഴിഞ്ഞാണ് അട്ടാമിയുടെ തനി സ്വരൂപം പുറത്തു വരുന്നത്. അയാൾ ചീഫിന്റെ പിടിയിലായ സമയത്ത് അയാളുടെ ബോധം പോയി. എങ്കിലും അട്ടാമി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോധം വന്നിട്ടും അയാൾ അടങ്ങാതെ തന്നെ കിടന്നു. അയാൾ പോസ്റ്റിലുള്ള ആണിയിൽ ചവിട്ടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് നടപടിയില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ ശരീരത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് ആ പോസ്റ്റിലുണ്ടായിരുന്ന കമ്പിയിൽ കുത്തിയിറക്കി അതിന്റെ ബാലൻസിൽ തൂങ്ങിക്കിടന്ന് നേരം വിളിപ്പിക്കും. ഭയങ്കരമല്ലേ. പിറ്റേ ദിവസം പെട്രോൾ നിറയ്ക്കാൻ വേണ്ടി വരുന്ന വിമാനം, സോറി ഇതിലാണ് ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം വിമാനം പെട്രോളിനല്ല ഓടുന്നത്. ഒന്നെങ്കിൽ മണ്ണെണ്ണയായിരിക്കും അവർ അന്വേഷിച്ചു വന്നത്. എന്തായാലും തൽക്കാലം നമുക്ക് ഈ സ്ഥലത്തെ പെട്രോൾ പമ്പ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ സ്ഥലത്തേക്ക് വേറെ പട്ടാളക്കാർ ഒരു വിമാനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ വിമാനത്തിന്റെ കാറ്റ് തട്ടി അയാളെ കെട്ടിത്തൂക്കിയ പോസ്റ്റിന്റെ സ്ക്രൂ അഴിഞ്ഞ് നിലത്ത് വീഴും. ഈ സമയത്ത് രണ്ട് പട്ടാളക്കാർ അവിടെ എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. അവന്മാര് വന്ന് നോക്കുമ്പോൾ അട്ടാമി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകും. അയാളെ തേടിയിട്ടും കാണാനില്ല. പെട്ടെന്ന് അട്ടാമി അയാളുടെ കാലിൽ ചവിട്ടി വീഴ്ത്തും. എന്നിട്ട് അയാൾ വീഴുന്ന ആ വീഴ്ചയ്ക്ക് അയാളുടെ തല വരുന്ന ഭാഗത്തേക്ക് ഒരു കല്ലും വെച്ചു കൊടുക്കും. അയാളുടെ തല വന്ന ആ കല്ലിൽ ഇടിച്ചു വീണ് അയാൾ സ്പോട്ടിൽ തീരും. എന്നാൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഗൺ ഫയർ കേൾക്കുന്ന മറ്റേ ആളുണ്ടല്ലോ, അയാൾ പറയും ആ പട്ടിയെ കൂടി കൊല്ല്, അതിന്റെ വൃത്തികെട്ട ഒച്ച സഹിക്കാൻ പറ്റുന്നില്ല. പുള്ളി വിചാരിക്കുന്നത് അട്ടാമിയെ ഇവൻ കൊന്നുവെന്നാണ്. ഇയാൾ ഇങ്ങനെ പലത് പറഞ്ഞിട്ടും മറുപടി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ അയാൾ വന്ന് നോക്കുമ്പോൾ കൂട്ടുകാരൻ അവിടെ ചത്തു കിടക്കുകയാണ്. പക്ഷെ ഇയാൾക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം പോലും അട്ടാമി കൊടുക്കുന്നില്ല. ഒരു ഇഷ്ടിക കഷ്ണം എടുത്ത് അയാളുടെ തലക്കടിച്ചു കൊല്ലും. അട്ടാമിയുടെ സ്വർണം മുഴുവൻ ചീഫ് കൊണ്ടുപോയല്ലോ, അതുകൊണ്ട് കുഴിവെട്ടി യുവമാരെയെല്ലാം മൂടി ആ സ്വർണവും കുഴിച്ചിട്ട് പോകാൻ തുടങ്ങും. എന്നാൽ അതിലൊരുത്തൻ മരിച്ചിട്ടില്ല എന്ന് അട്ടാമി കാണും. അട്ടാമി ആ കുഴിച്ചിട്ട സ്വർണം തിരികെ എടുക്കും. ബാക്കി സ്വർണവും വാങ്ങി ഇവന്മാരെയെല്ലാം തീർത്തിട്ടേ ഇനി പോകുന്നുള്ളൂ എന്ന് അട്ടാമി അങ്ങ് തീരുമാനിക്കും. അട്ടാമി പരിക്കുകളെല്ലാം വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നൂൽക്കമ്പി ഒടിച്ച് സ്റ്റാപ്ലർ പിന്നുപോലെ ആക്കി അതുകൊണ്ട് മുറിവ് സ്റ്റിച്ച് ചെയ്ത് അയാള് അടുത്ത അംഗത്തിന് തയ്യാറാകുകയാണ്. ദി ഫൈനൽ വാർ. ഇപ്പൊ നോക്കിയാ അവിടെ കിടന്ന പട്ടാളക്കാരനെയും കാണാനില്ല, അട്ടാമിയെയും കാണാനില്ല. ഫ്ലൈറ്റും ദൂരത്തേക്ക് പറന്നു പോകുന്നുണ്ട്. എത്ര പേര് ഈ കഥ കേട്ട് ഇവിടെ വരെ എത്തി ഒന്ന് കമന്റ് ചെയ്യണേ. ഈ സമയത്ത് ചീഫും ബാക്കി പട്ടാളക്കാരും നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവര് പോകുന്ന വഴിയിൽ നമ്മൾ ആദ്യം കണ്ടില്ലേ പെട്രോൾ പമ്പിൽ ഒരു വിമാനം, ആ വിമാനം ഇവിടെ ക്രാഷ് ആയി വഴിയിൽ വീണ് കിടക്കുകയാണ്. കൂടെയുള്ളവന്മാർക്ക് ഇപ്പോഴും പേടിയുണ്ട്. അവന്മാര് പറയും ചീഫ് ഇനി ആ കിളവന്റെ പരിപാടി വല്ലേ ആയിരിക്കോ. ഇത് കേട്ടിട്ട് അയാൾ പറയും അതിന് അവനെ നമ്മൾ കൊന്നില്ലേ, മിണ്ടാതെ പോയി നോക്കടാ. അങ്ങനെ അവന്മാര് വന്ന് നോക്കുമ്പോ പൈലറ്റ് മരിച്ചു കിടക്കുകയാണ്. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാ അട്ടാമിയെ കെട്ടിത്തൂക്കിയ കയറ് മരിച്ചു കിടക്കുന്നവന്റെ കഴുത്തിലുണ്ട്. ഇത് കണ്ട അവന്മാരുടെ കിളി പാറും. വേഗം ഇവിടെ ഒന്ന് രക്ഷപ്പെട്ടു പോണം എന്നും പറഞ്ഞ അവന്മാര് ധൃതി വെച്ച് പോകാൻ തുടങ്ങും. ഇത് കണ്ട തടവുകാരികളിൽ ഒരാള് ഇവന്മാരെ പുച്ഛിച്ച് ചിരിക്കുകയാണ്. എന്താടി കിടന്ന് ഇളിക്കുന്നതെന്ന് ചോദിക്കുമ്പോ നൂറുകണക്കിന് നാസികളെ കൊന്നു കൂട്ടിയവനാണ് അയാള്. ആ വീരനെ പറ്റി ഞങ്ങൾക്കും അറിയാം. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും പറ്റുമെന്ന് തോന്നില്ല. അയാൾ നിന്നെയൊക്കെ കൊന്ന് ആ സ്വർണവും കൊണ്ടുപോകും. ഇത് കേട്ട് പട്ടാളക്കാരൻ അവളെ കളിയാക്കി ചിരിച്ച് അത്ര വലിയ ആളാണെങ്കിൽ അവനോട് വരാൻ പറ എന്ന് പറയുമ്പോഴേക്കും അയാൾ ആ വണ്ടിയിൽ നിന്ന് താഴത്തോട്ട് പോകുന്നതാണ് കാണുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ അപ്പാപ്പൻ അപ്പോഴേക്കും എൻട്രി ആകും. അട്ടാമി അവനെ പിക്യാസിൽ കോർത്ത് താഴത്തേക്ക് എറിഞ്ഞതാണ് കണ്ടത്. അയാൾ പുറകിൽ വന്ന വണ്ടി കയറി അപ്പൊ തന്നെ മയ്യത്താകും. ഇപ്പോഴീ വണ്ടിയിൽ അട്ടാമി വന്ന് കയറിയത് ആരും കണ്ടിട്ടില്ല. അതിലുള്ളൊരു പെണ്ണ് തോക്കെടുത്ത് അട്ടാമിക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോ ഇവരും തന്റെ നാട്ടുകാരാണ്, അനുഭവിച്ച പീഡനങ്ങൾക്ക് ഇവർക്കും പകരം വീട്ടാൻ ഒരവസരം കൊടുക്കണം എന്ന് വിചാരിച്ച് അവർക്ക് ആയുധവും കൊടുത്ത് അവരെ വെച്ചൊരു പ്ലാനും ഇടും. ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഡ്രൈവറെ പിക്യാസിന് വെട്ടിക്കൊല്ലും. എന്നിട്ട് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത് ആ സ്ത്രീകളിൽ ഒരാളാണ്. വണ്ടി ഇങ്ങനെ പാളിപ്പാളി പോകുന്നത് കൊണ്ട് പുറകെ വരുന്നവർക്ക് ഡൗട്ട്
ഡൗട്ടുണ്ട്. എന്നാൽ അവർക്ക് സംശയം തോന്നാതിരിക്കാൻ ഈ ചത്തുകിടക്കുന്ന പട്ടാളക്കാരന്റെ കൈയെടുത്ത് പുറത്തേക്കിട്ട് ആട്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. നമ്മുടെ പല മലയാള സിനിമകളിലും ഇങ്ങനത്തെ ചില കാഴ്ചകൾ കണ്ടിട്ടില്ലേ? ചന്ദാമാമ, ഗോഡ് ഫാദർ. അതുപോലെ ഈ പൊട്ടന്മാരത് വിശ്വസിക്കും. ഈ പെണ്ണ് അട്ടാമി പറഞ്ഞതനുസരിച്ച് മുമ്പിൽ പോകുന്ന പട്ടാളക്കാരുടെ വണ്ടിയുടെ ഒപ്പം ഓടിക്കും. എന്നിട്ട് ആ ഡ്രൈവറെ വെടിവെച്ച് കൊല്ലുമ്പോൾ തന്നെ മറ്റു പെണ്ണുങ്ങള് ആ വണ്ടിയുടെ പടുതയെടുത്ത് മാറ്റി ആ വണ്ടിയിൽ പോയിരുന്ന എല്ലാ പട്ടാളക്കാരെയും ഷൂട്ട് ചെയ്ത് കൊല്ലും. ഒരു KGF സെറ്റപ്പ്. ഇപ്പോ പുറകെ വരുന്ന ചീഫിനും ബാക്കിയുള്ളവർക്കും ഇവന്മാരെ ചത്ത കാര്യം മനസ്സിലാകും. ഈ സമയത്ത് അട്ടാമി ഒരു പീരങ്കിയുടെ മുകളിൽ കയറി അതിലുള്ളവന്മാരെയൊക്കെ കൊന്നോണ്ടിരിക്കുകയാണ്. പീരങ്കി പെട്ടെന്ന് അങ്ങ് നിർത്തും. അട്ടാമി പീരങ്കിൽ നിന്നും താഴ്ത്തോട്ട് പോകും. അപ്പോ ചീഫിന്റെ കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ വെളിയിലേക്ക് വന്നിട്ട് അട്ടാമിയെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോ അവനും താഴ്ത്തോട്ട് പോകും. അങ്ങനെ ആദ്യം അട്ടാമിയെ കൊല്ലാൻ വേണ്ടി തോക്കെടുത്തവനാണ് ഇവൻ. അവനെ ഒറ്റയ്ക്ക് കിട്ടി അട്ടാമിക്ക്. കൂട്ടത്തോടെ വന്നാൽ പോലും അട്ടാമിക്ക് ഒന്നുമില്ല. അപ്പോ തനിയെ കിട്ടിയാലോ? അവൻ കരഞ്ഞു കാല് പിടിക്കും. ഈ സമയത്ത് വേറെ 2 പട്ടാളക്കാര് ബൈക്കിൽ വരുന്നുണ്ട്. അട്ടാമി പിക്കാസ് എടുത്ത് കാണിക്കുമ്പോഴേ അവന്മാരോട് രക്ഷപ്പെടും. എന്നിട്ട് ഈ പട്ടാളക്കാരനെ വെറുതെ വിട്ടിട്ട് അട്ടാമി അവര് വന്ന ബൈക്കും എടുത്ത് ചീഫിന്റെ പുറകെ പോവുകയാണ്. കാരണം സ്വർണം ചീഫിന്റെ കയ്യിലാണ്. പക്ഷെ ഇയാളെ വെറുതെ വിട്ടതല്ല. അവനെ തീർക്കാൻ വരുന്ന ആരാണെന്ന് അറിയാമോ? ആ പെൺപടയാണ്. ചീഫ് ഈ സമയം കൊണ്ട് അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റിനടുത്തെത്തും. എന്നിട്ട് കൂടെയുള്ളവനെ അങ്ങ് കൊന്നുകളയും. ഈ സ്വർണം മുഴുവൻ തനിക്ക് ഒറ്റയ്ക്ക് വേണമെന്ന് പറയും. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറി പോകാൻ നോക്കുമ്പോ അട്ടാമി ഇവരെ പുറകെ വരുന്നുണ്ട്. അടുത്തെത്താറായി. ഇവന്മാര് ഫ്ലൈറ്റ് പറപ്പിക്കാൻ നോക്കുമ്പോ അട്ടാമി ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് വെടിയേൽക്കുന്നില്ല. അവന്മാര് ഫ്ലൈറ്റ് പറത്തി ആകാശത്തിൽ ഉയർന്നു അത്. എന്നാൽ ചീഫിന് ഇപ്പോഴും പേടി മാറിയിട്ടില്ല. അയാൾ പൈലറ്റിനോട് ചോദിക്കും, അട്ടാമി എവിടെയാണെന്ന് നോക്ക്. അയാൾ പറയും കുഴപ്പമൊന്നുമില്ല, അയാൾ താഴെ തന്നെയുണ്ട്. ഇപ്പോഴാണ് പൈലറ്റ് ആ ബൈക്ക് മാത്രമുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അട്ടാമിയെ കാണാനില്ല. അട്ടാമി പിക്കാസ് വിമാനത്തിൽ തറച്ച് അതിൽ പിടിച്ച് വിമാനത്തിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഫ് പൈലറ്റിനോട് ചോദിക്കും, നിനക്ക് വെടിയേറ്റിട്ടുണ്ടല്ലോ, എന്നെ നീ സേഫ് ആയിട്ട് എത്തിക്കുവോ? അപ്പോ പൈലറ്റ് പറയും, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിക്കും. ഈ സമയത്ത് അട്ടാമി പിക്കാസ് വെച്ച് പൊളിച്ച് ഫ്ലൈറ്റിനകത്ത് വരും. ഇത് കഴിഞ്ഞ് ചീഫും അട്ടാമിയും തമ്മില് ഏറ്റുമുട്ടുമ്പോ അട്ടാമി ക്ഷീണിതനും പരിക്കേറ്റ ആളും ആയതിനാല് ചീഫിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് കാണുമ്പോ ചീഫിന് അട്ടാമിയോട് പുച്ഛം. ഇത്രേ ഉള്ളോ നീ വലിയ വീരനാണെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഇടി കൊണ്ട് നീ വീണോ? ഇപ്പോ നീ എന്റെ കൈക്ക് തീരാൻ വേണ്ടി പോവുക എന്നും പറഞ്ഞ് അയാൾ അവിടെ കിടന്നൊരു റോപ്പ് എടുത്ത് അയാളുടെ കയ്യിൽ ചുരുട്ടി അത് വെച്ച് അട്ടാമിയെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടാമി അവശനായി നിലത്ത് തെറിച്ചു വീഴും. ചീഫ് അയാളെ പുച്ഛത്തോടെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ബുദ്ധിമാനായ അട്ടാമി ചീഫിന്റെ കയ്യിൽ ചുറ്റിയിരുന്ന ആ റോപ്പിന്റെ മറുഭാഗം ഉണ്ടല്ലോ, അതൊരു ബോംബിൽ കൊളുത്തി ആ ബോംബ് വിമാനത്തിന്റെ താഴ്ത്തോട്ടിടും. ബോംബിന്റെ വെയിറ്റ് കാരണം ചീഫും ബോംബിന്റെ കൂടെ താഴ്ത്തോട്ട് വീണ് ആ ബോംബ് പൊട്ടിത്തെറിച്ച് അയാൾ മരിക്കും. ഇതുപോലൊരു മരണം ചീഫ് വിചാരിച്ചു പോലും കാണില്ല. എല്ലാം കഴിഞ്ഞല്ലോ, സ്വർണവും കിട്ടി എന്ന് അട്ടാമി വിചാരിക്കുമ്പോഴാണ് വിമാനം കിടന്ന് ഉലയുന്നത്. അതെന്താണെന്ന് അട്ടാമി നോക്കുമ്പോ പൈലറ്റ് മറുകയ. വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഫ്ലൈറ്റ് ക്രാഷ് ആകുന്നതിന് തൊട്ടു മുൻപേ അട്ടാമി സ്വർണവും എടുത്ത് വിമാനത്തിൽ നിന്ന് താഴ്ത്തോട്ടെടുത്ത് ചാടുന്നത് ഒരു ചേറിലേക്കാണ്. പെൺപടയെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന പട്ടാളക്കാരനെ അവര് കൊന്നിട്ടില്ല. അയാളെ ബന്ദിയാക്കി പീരങ്കിയുടെ മുമ്പിൽ കെട്ടിയിട്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട ഫിൻലൻഡിലെ പട്ടാളക്കാര് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട പെൺപട പറയും, ഞങ്ങളെ ബന്ദിയാക്കി വെച്ചിരുന്ന നാസികളെയെല്ലാം അട്ടാമി കൊന്നു. ഇവനെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന. ഈ സമയത്ത് അട്ടാമി ചാടിയത് ചേറിലേക്കായതുകൊണ്ട് അയാൾ മരിച്ചിട്ടില്ല. അപ്പാപ്പൻ പതിയെ എഴുന്നേറ്റ് സ്വർണവുമായി ബാങ്കിലേക്ക് പോവുകയാണ്. ബാങ്കിലെത്തി അയാളെ കണ്ട് എല്ലാവരും പേടിക്കുന്നു. ചിലരെ ആദരവ് കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നു. നേരെ ക്യാഷ്യർ ലേഡിയുടെ അടുത്തേക്കാണ് അയാൾ പോകുന്നത്. സ്വർണം മുഴുവൻ അവളുടെ മുമ്പിൽ കുടഞ്ഞിട്ട് അതിന്റെ മൂല്യത്തിന് ഒത്ത പണം നോട്ടായി നൽകാൻ ആവശ്യപ്പെടും. ഇതാണ് അയാൾ ഈ സിനിമയിൽ ആകെ പറയുന്ന ഡയലോഗ് കേട്ടോ. ആ സ്ത്രീ ആ സ്വർണം സ്വീകരിച്ച് പണം നൽകാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അട്ടാമിയെ കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട മുത്തുമണികളെല്ലാം കമന്റ് ഇട്ട് അത് ചേട്ടനെ അറിയിക്കുക. ഇഷ്ടപ്പെടാത്തവര് അതിന്റെ കാര്യവും പറയുക. എന്തു തന്നെ ആയാലും നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വലുത്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, ചീത്തയാണെങ്കിൽ ചീത്തതെന്ന് പറയുക. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള പടങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ചേട്ടന് വിട നൽകിയാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.